നമസ്കാരം. സിമെയിൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൂതിരക്കണ്ണി മണ്ണമ്പുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പി മാധവ് ജി ജന്മദിനാഘോഷവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ചാലക്കുടി മർച്ചന്റ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് നടത്തി. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡ് ഭേദിച്ചു കുതിക്കുന്നു. ആധാർ കാർഡ് വിശദാംശങ്ങൾ ഓൺലൈനായി സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി വീണ്ടും നീട്ടി. വാർത്തകൾ വിശദമായി. മൂതിരക്കണ്ണി മണ്ണമ്പുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പി മാധവ് ജി ജന്മദിനാഘോഷവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. രുദ്രമണ്ഡപത്തിൽ ദീപജ്വലനവും പുഷ്പാർച്ചനയും നടത്തി. ശ്രീ സത്യസായി സേവാ സംഘടന തൃശൂർ ജില്ലാ കോർഡിനേറ്റർ പി.ജി. സതീഷ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് SSLC +2 ക്ലാസുകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയവരെയും LSS സ്കോളർഷിപ്പ് നേടിയ കുട്ടികളെയും കുറ്റിച്ചിറ, മോതിരക്കണ്ണി, കോടശ്ശേരി പ്രദേശങ്ങളിൽ 45 വർഷക്കാലമായി ആതുര സേവനം ചെയ്തുവരുന്ന ഡോക്ടർ ജോയ് കട്ടക്കയത്തെയും സനീഷ് കുമാർ ജോസഫ് MLA ആദരിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് KV ബാലകൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി മുരളീധരൻ നടുമുറി, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ സെക്രട്ടറി ഗോപിനാഥ്, താലൂക്ക് പ്രസിഡന്റ് P സദാനന്ദൻ, ദേവസ്വം സെക്രട്ടറി TS ശിവദാസൻ എന്നിവർ സംസാരിച്ചു. ഇതുപോലുള്ളൊരു എല്ലാ മിടുക്കന്മാരും മിടുക്കന്മാരായ നമ്മുടെ ഈ പ്രദേശത്തെ കുട്ടികളെ ആദരിക്കുന്ന ഈ ഒരു വേളയിലേക്ക് ഇതുപോലൊരു ക്ഷേത്ര പരിസരത്ത് വെച്ച് എന്നെ ആദരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം നിങ്ങളെ ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഒരു ഗ്രാമത്തിലെ ഡോക്ടറായിരിക്കാനായിരുന്നു എൻ്റെ ചെറുപ്പത്തിലെയും ഒരാഗ്രഹം. പ്രത്യേകിച്ച് നമ്മുടെ കോടശ്ശേരിയുടെ മലയോര മേഖലയിൽ ഡോക്ടർമാരും അതുപോലെ തന്നെ ആതുര സേവന രംഗവും തീരെ നിഗ്ലക്ട് ചെയ്യപ്പെട്ട ഒരു സ്ഥലം. ആതുര സേവന രംഗത്ത് എന്താ പറയുക, പുതിയ പരിഷ്കാരങ്ങളും കിട്ടാത്തൊരു സ്ഥലത്ത് ഒരു വിജയം നേടിയ കുട്ടികളെയും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ജനകീയ ഡോക്ടറായിട്ടുള്ള ജോയ് കട്ടക്കത്തെയും ആദരിക്കുന്ന ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, വിദ്യാഭ്യാസമാണ് നമ്മുടെ നാടിനെ സാമൂഹ്യ നവോത്ഥാനത്തിലേക്ക് നയിച്ചത്. ഒരുപാട് അനാചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടം, ഒരു ഭൂതകാലം നമ്മുടെ മുമ്പിലുണ്ട്. വിദ്യാഭ്യാസത്തിലൂടെയാണ് അത്തരം അനാചാരങ്ങളെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറുകയും നമ്മുടെ നാടിൻ്റെ വളർച്ച സാധ്യമാവുകയും ഒക്കെ ചെയ്യുന്നത്. ലോകത്തെ ഏറ്റവും ശക്തമായ ആയുധം ഏതാണെന്ന് ചോദിച്ചാൽ അത് വിദ്യാഭ്യാസമാണ്. നമുക്കൊക്കെ അറിയാം, ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആദരമേറ്റുവാങ്ങുന്നു. +2 A+, എല്ലാ വിഷയത്തിലും A+ ആണ്. രണ്ടുപേരും +2 A+ കരസ്ഥമാക്കി. മണ്ണമ്പുറം ക്ഷേത്രത്തിലെ കമ്മിറ്റി അംഗമായ SSLCക്ക് ഫുൾ A+ നേടിയ കുട്ടികളെയാണ് ഇനി ആർദ്ര സജീവ്. ചാലക്കുടി മർച്ചന്റ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് നടത്തി. സെയിന്റ് ജെയിംസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ആൻഡോ ആലപ്പാടൻ ഉദ്ഘാടനം ചെയ്തു.
യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിൻഡോ തോമസ് അധ്യക്ഷനായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ ആമുഖ പ്രഭാഷണം നടത്തി. യൂത്ത് വിംഗ് സെക്രട്ടറി TB ബിനു, ട്രഷറർ ഷൈജു പുത്തൻപുറയ്ക്കൽ, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി, ട്രഷറർ ഷൈജു പുത്തൻപുറയ്ക്കൽ, ചന്ദ്രൻ കുളത്താപ്പള്ളി, MD ഡേവിസ്, NA ഗോവിന്ദൻകുട്ടി, ഡേവിസ് വെളിയത്ത്, റെയ്സൻ ആലുക്ക, ബിജു മാളക്കാരൻ, ആൻഡോ മേനാച്ചേരി, ആൻഡോ എറിഞ്ഞേരി, ET ബഷീർ, വനിതാ വിംഗ് ജില്ലാ ട്രഷറർ ഷൈന ജോർജ്, വനിതാ വിംഗ് പ്രസിഡന്റ് സിന്ധു ബാബു, സെക്രട്ടറി നീബ രാജേഷ്, ട്രഷറർ സിനി സന്തോഷ് എന്നിവർ സംസാരിച്ചു. വനിതാ വിംഗിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന അച്ഛൻ, നമ്മുടെ പ്രിയപ്പെട്ട നവീനച്ഛൻ, ഒപ്പം നമ്മുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രിയങ്കരനായ ജില്ലാ ജനറൽ സെക്രട്ടറി കൊടുങ്ങല്ലൂരിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യാണ്. ഒപ്പം വേദിയിൽ വിശിഷ്ട വ്യക്തിത്വങ്ങൾ. ആദ്യമായി ഞാൻ യൂത്ത് വിങ്ങിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. 50 പേരോളം ഇന്ന് ബ്ലഡ് കൊടുക്കാനായിട്ട് തയ്യാറായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. നമുക്കറിയാം, രക്തദാനം ജീവദാനം, ജീവദാനം മഹാദാനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ചാലക്കുടി സെന്റ് ജെയിംസും ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു നാണയത്തിന്റെ ഒരു ഇരുവശമാണ്. റൈസൻ പറഞ്ഞോണം, അച്ഛനെ വിളിക്കാത്ത ദിവസം ഒരു ദിവസം ചിലപ്പോൾ 2 പ്രാവശ്യം വിളിക്കും, 2 ആൾക്ക് വേണ്ടി. പക്ഷെ എന്നിരുന്നാലും അച്ഛൻ അതൊക്കെ സൗകര്യങ്ങൾ ചെയ്തു തരേണ്ട ആ രോഗികൾക്ക്. എന്നിരുന്നാലും നേരത്തെ പറഞ്ഞോണം, റീനൽ കെയർ മിഷന്റെ പരിപാടി ആയാലും സെന്റ് ജെയിംസിന്റെ എല്ലാ പരിപാടികളും മുമ്പാണ് ജോയിച്ചേട്ടൻ വിളിച്ച് ഇങ്ങനെ സെന്റ് ജെയിംസിൽ നിന്ന് ഇങ്ങനെ ഒരു രക്തദാന ക്യാമ്പിനെ കുറിച്ച് പറഞ്ഞത്. ഞങ്ങൾ അപ്പം തന്നെ അത് നമുക്ക് നടത്താം എന്ന് പറഞ്ഞു. കാര്യം മുമ്പേ തുടങ്ങി നമ്മളേക്ക് വർഷങ്ങളായിട്ട് യൂത്ത് വിംഗായിട്ട് സഹകരിച്ച് രക്തദാന ക്യാമ്പുകൾ സെന്റ് ജെയിംസ് നടത്താറുണ്ട്. ഒഴുകയാണ് ലോകം മുഴുവൻ. ഇത്ര അസാധ്യമുള്ള ഒരു കാലഘട്ടം മഹായുദ്ധത്തിന്റെ കാലഘട്ടങ്ങളിൽ പോലും ഉണ്ടായിട്ടില്ല. നാളെ എന്താവും എന്നുള്ളത് ഈ മനുഷ്യകുലവും ഈ ലോകവും ബാക്കി ഉണ്ടാകുമോ എന്നൊരു ആശങ്കയിലാണ് ലോകം മുന്നോട്ട് പോകുന്നത്. അത്ര ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള വേൾഡ് ലീഡേഴ്സ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അച്ഛാ, ഇത്ര ആശങ്കയുള്ള ഒരു കാലഘട്ടം യുദ്ധമാണ്, റിയൽ ബാറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സമാധാനത്തിന്റെ വക്താക്കളായോ, അതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. ഞാൻ എല്ലാവരുടെയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് കുർബാന ഇഷ്ടമാണ്. ഞാൻ രാവിലെ ഈ കൊറോണ കാലഘട്ടത്തിൽ രാവിലെ കുർബാന ലൈവായിട്ടുള്ളതൊക്കെ കാണാറുണ്ട്. അപ്പൊ നവീനച്ഛന്റെ കുർബാന ഒരു ദിവസം കേൾക്കുന്നത് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. കാരണം 1 കോടി മനുഷ്യരാണ് കാണുന്നത്. നേരിട്ട് ലൈവായിട്ട് കൂട്ടുക, അതൊന്നും അറേഞ്ച് ചെയ്യണം. അപ്പൊ അത് അല്ലാതെ ചില ദൈവം കൊടുക്കുന്ന ചില അനുഗ്രഹീതമായിട്ടുള്ള. ലോക രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ NSS യൂണിറ്റ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ IMA ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ നടത്തിയ രക്തദാന ക്യാമ്പ് കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങനിയാടൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ജോയ് KL, IMA ബ്ലഡ് ബാങ്ക് ടെക്നിക്കൽ സൂപ്പർവൈസർ TS സുരേഷ് ബാബു സംസാരിച്ചു. IMA ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രദീപ് കുമാർ, സ്റ്റുഡന്റ് കോർഡിനേറ്റർ അർജുൻ കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ വർഷം 5 സന്നദ്ധ രക്തദാന ക്യാമ്പ് നടത്തിയ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ NSS യൂണിയനെ സന്നദ്ധ രക്തദാന രംഗത്തെ മികച്ച പ്രവർത്തനത്തിനുള്ള അവാർഡ് നൽകി തൃശൂർ IMA ആദരിച്ചു. ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ രക്തദാന ദിനാചരണം സംഘടിപ്പിച്ചു. അങ്കമാലി പോലീസ് സ്റ്റേഷൻ ഓഫീസർ A. രമേശ് രക്തദാനം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ജോയ് ആലുക്കാസ് ഫൗണ്ടേഷന്റെയും LF ആശുപത്രിയുടെയും ജീവനക്കാർ ഉൾപ്പെടെ 50ഓളം പേർ രക്തദാനം നടത്തി. ആശുപത്രി ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്ത് പറമ്പിൽ, ഡോക്ടർ ജോസഫ് K. ജോസഫ്, ഡോക്ടർ സുകുമാരൻ, ജോയ് ആലുക്കാസ് മാനേജർ മനോജ് സ്കറിയ, സിസ്റ്റർ പൂജിത, സിസ്റ്റർ നോബർട്ട തുടങ്ങിയവർ പങ്കെടുത്തു. പല സമയങ്ങളിലും ഫൗണ്ടേഷനുമായി പല കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പോരുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. ഇതിന്റെ ഭാഗമായി നമ്മൾ കുറച്ച് സ്റ്റാഫുകളും ഇവിടെയുള്ള കുറച്ച് സ്റ്റാഫുകളും ചേർന്ന് രക്തദാന മഹാദാനം, രക്തം കൊടുക്കുക ജീവൻ രക്ഷിക്കുക എന്ന സന്ദേശം നമ്മൾ പ്രാവർത്തികമാക്കുകയാണ് ഇവിടെ. അതിന്റെ ഭാഗമായി നമുക്ക് വിശിഷ്ട വ്യക്തികളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ LF ഡയറക്ടർ അച്ഛൻ തോമസ് വൈക്കത്ത് പറമ്പിലിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രത്യേകം സ്വീകരിച്ച് അങ്കമാലി SHO രമേശ് സാർ എത്തിയിട്ടുണ്ട്. രമേശ് സാറിനെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഡോക്ടർ ജോസഫ്, ഡോക്ടർ സുകുമാരൻ, 2 വിശിഷ്ട വ്യക്തികൾ നമ്മളോട് ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും അവരെ നമ്മൾ ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സിസ്റ്റർ നോബട്ട,
ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ സിസ്റ്റർ പൂജിത, നേഴ്സിംഗ് സൂപ്രണ്ട്, ഈ രണ്ട് സിസ്റ്റേഴ്സിനെയും അതുപോലെ ഞങ്ങളുടെ വിലപ്പെട്ട സ്റ്റാഫിനെയും ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിനെയും ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾക്കറിയാം, നമ്മൾ കാൾസ്റ്റൈനിന്റെ ജന്മദിനമാണ് ഈ പറയുന്ന ജൂൺ മാസം 14-ാം തീയതി. അദ്ദേഹമാണ് ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത്. ഓസ്ട്രിയൻ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം വഴിയായിട്ടാണ് നമ്മൾക്ക് ഈ പറയുന്ന ബ്ലഡ് ഡൊണേഷൻ സാധ്യമാകുന്ന ഒരു പദ്ധതിയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ പറയുന്ന ജൂൺ മാസം 14-ാം തീയതി നമ്മൾക്ക് രക്തദാന ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഓരോ വർഷവും വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവന്ന് നമ്മുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആപ്തവാക്യങ്ങളിലൂടെ നമ്മുടെ ജനങ്ങളെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ദിനത്തിൽ പ്രത്യേകമായി വേൾഡ് ഹെൽത്ത് അസോസിയേഷനുകൾ പ്രത്യേകമായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഏറെ പ്രത്യേകമായിട്ട് യങ്ങസ്റ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള രക്തദാതാക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ഏറ്റവും കൂടുതൽ ശക്തമായ ആവശ്യമായിട്ട് വരുന്നത്. നമ്മൾക്കറിയാം, ഒരു തുള്ളി രക്തം എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയും ഒരു ജീവനും തിരിച്ചു നൽകുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏതെങ്കിലും ഒരു അപകടമുണ്ടാകുന്നു, രോഗമുണ്ടാകുന്നു, അപ്പോഴൊക്കെ ആവശ്യമായിട്ട് വരുന്ന ഒരു ജീവദാനം നൽകുന്നതിന് തുല്യമായിട്ടുള്ള രക്തദാന പ്രക്രിയയാണ് നമ്മുടെ ഈ ബ്ലഡ് ബാങ്കിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുക ഇന്നത്തെ ദിനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മളുടെ ഈ ആശുപത്രിയിൽ രക്തദാനം ചെയ്തിട്ടുള്ള ഡോണേഴ്സ് ആയിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ വെറുതെ ഒരു സോഷ്യൽ സർവീസ് അല്ല ഇത് ചെയ്യുക, രക്തദാനം വഴിയായിട്ട്. പ്രത്യേകിച്ച് ആലുക്കാസ് ഫൗണ്ടേഷൻ അങ്കമാലി യൂണിറ്റ് നടത്തുന്ന ഈ പറയുന്ന എഫർട്ട് എന്ന് പറയുന്നത് ഒത്തിരിയേറെ ആൾക്കാർക്ക് പ്രതീക്ഷയും ജീവനും നൽകുന്ന ഒരു പദ്ധതിയാണ്. അതിലേക്ക് വന്ന് സഹകരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട SHOയെ പ്രത്യേകമായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന സാറിനോട് എത്തി നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങളിൽ ബ്ലഡ് കൊടുത്തുകൊണ്ട് ഇതൊന്ന് ഇനാഗുറേറ്റ് ചെയ്യുക, നമ്മുടെ യുവജനങ്ങളോട് ചേർന്ന് നിൽക്കുക, നമ്മുടെ ഈ പദ്ധതിയോട് ചേർന്ന് നിൽക്കുക, ലോകമെമ്പാടും ഉള്ളവരോട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഈ ദിനത്തെ ആചരിക്കുക എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള വ്യക്തികളാക്കി നമ്മുടെ സമൂഹത്തിലെ ഓരോരുത്തരെയും പരിപാലിക്കുവാനായിട്ട് നിങ്ങളെടുക്കുന്ന എഫർട്ട് ഏറ്റവും നല്ല രീതിയിലുള്ളതാണ്. എല്ലാവർക്കും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങളും ഇന്നേ ദിനത്തിന്റെ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടു കൂടി നേരുന്നു. താങ്ക് യു. ജോസഫ് സാറുണ്ടോ? സാറിൻ്റെ ഒക്കെ പറഞ്ഞു കേട്ടോ, അത് സമ്മതിക്കരുത്. രക്തദാനം മഹാദാനമാണ്, എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. പലപ്പോഴും വലിയ വലിയ വിഷമസ്ഥിതികളിൽ നമുക്ക് രക്തദാനം വലിയൊരു ഉപകാരമായിട്ട് തീർന്നിട്ടുണ്ട്. ചില സമയത്ത് നമുക്ക് രക്തം, അതായത് ചില റെയർ ഗ്രൂപ്പ്സുള്ള രക്തം കിട്ടാൻ പ്രയാസമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ബ്ലഡ് ബാങ്കുകൾ നമുക്ക് വലിയ വലിയ ഉപകാരമാണ് ചെയ്യുന്നത്. കുറ്റിക്കാട് പൗരാവലി സംഘടിപ്പിക്കുന്ന സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് ജൂൺ 15 ഞായറാഴ്ച നടക്കും. കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ LP സ്കൂളിൽ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 വരെ നടക്കുന്ന ക്യാമ്പ് സെന്റ് സെബാസ്റ്റ്യൻ ഫൊറോനപ്പള്ളി വികാരി ഫാദർ ലിജു പോൾ പറമ്പത്ത് ഉദ്ഘാടനം ചെയ്യും. പൗരസമിതി ചെയർമാൻ തോമസ് കരിപ്പായി അധ്യക്ഷനാവും. ഡോക്ടർ അഞ്ജു തോമസ് ക്യാമ്പ് വിവരണം നടത്തും. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ചു കുതിക്കുന്നു. ഏപ്രിൽ 22 റെക്കോർഡ് സ്വർണ്ണവില ഭേദിച്ചത്. പവന് 200 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചത്. 74,560 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 25 രൂപയാണ് വർദ്ധിച്ചത്. 9,320 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. വെള്ളിയാഴ്ച പവന് 1,560 രൂപ വർദ്ധിച്ചതോടെയാണ് ഏപ്രിൽ 22 രേഖപ്പെടുത്തിയ 74,320 രൂപ എന്ന റെക്കോർഡ് സ്വർണ്ണവില തിരുത്തിയത്. 74,360 രൂപയായാണ് വെള്ളിയാഴ്ച സ്വർണ്ണവില റെക്കോർഡിട്ടത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം അടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവില ഉയരാൻ കാരണം. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ ഒഴുകി എത്തിയതാണ് സ്വർണ്ണവില ഉയരാൻ കാരണമെന്ന് വിപണി വിദഗ്ധർ പറയുന്നു. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി പവന് 3,000 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് തീവ്രമഴ. അതിതീവ്ര മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ കണക്കിലെടുത്ത് അടുത്ത ബുധനാഴ്ച വരെ വിവിധ ജില്ലകളിൽ യെല്ലോ, ഓറഞ്ച്, റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു.
ചൊവ്വാഴ്ച വരെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഞായറാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞായറാഴ്ച എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. തിങ്കളാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ചൊവ്വാഴ്ച മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെലങ്കാന, റായലസീമയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുകയാണ്. ഇതിന്റെയെല്ലാം സ്വാധീന ഫലമായാണ് കേരളത്തിൽ വ്യാപക മഴ ലഭിക്കുന്നതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആധാർ കാർഡ് വിശദാംശങ്ങൾ ഓൺലൈനായി സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി വീണ്ടും നീട്ടി. ഫീസ് ഇല്ലാതെ ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ വിവരങ്ങൾ 2026 ജൂൺ 14 വരെ അപ്ഡേറ്റ് ചെയ്യാം. ജൂൺ 14 സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് ആധാർ കാർഡ് വിശദാംശങ്ങൾ ഓൺലൈനായി സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി 1 വർഷത്തേക്ക് കൂടി നീട്ടിയത്. ഇതിനോടകം തന്നെ നിരവധി തവണയാണ് സൗജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി കേന്ദ്രം നീട്ടിയത്. സമയപരിധി വീണ്ടും നീട്ടിയില്ലായിരുന്നുവെങ്കിൽ ജൂൺ 14 ശേഷം വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഫീസ് നൽകേണ്ടി വരുമായിരുന്നു. ലക്ഷക്കണക്കിന് ആധാർ കാർഡ് ഉടമകൾക്ക് പ്രയോജനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് സമയപരിധി നീട്ടിയത് എന്ന് UIDAI അറിയിച്ചു. മൈ ആധാർ പോർട്ടൽ വഴി മാത്രമാണ് സൗജന്യ സേവനം ലഭിക്കുക. ആധാർ എടുത്തിട്ട് 10 വർഷം കഴിഞ്ഞെങ്കിൽ കാർഡ് ഉടമകൾ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് നിർദ്ദേശം. പക്ഷേ ഇത് നിർബന്ധമല്ല. പേര്, വിലാസം, ജനനതീയതി, മറ്റ് വിശദാംശങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഓൺലൈനായി UIDAI വെബ്സൈറ്റിന്റെ പോർട്ടലിൽ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാം. അതേസമയം ഫോട്ടോ, ബയോമെട്രിക്, ഐറിസ് തുടങ്ങിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അടുത്തുള്ള ആധാർ കേന്ദ്രങ്ങളിൽ പോകേണ്ടതുണ്ട്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് അനസ്തേഷ്യ നൽകിയ രോഗി മരിച്ച സംഭവത്തിൽ നിജസ്ഥിതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ DMOയെ ചുമതലപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അർജുൻ പണ്ഡിൻ അറിയിച്ചു. കോടശ്ശേരി വൈലാത്തറ വാവൽത്താൻ വീട്ടിൽ സിദ്ധാർത്ഥന്റെ മകൻ 34 വയസ്സുള്ള സിനീഷാണ് മരിച്ചത്. ഹെർണിയ ഓപ്പറേഷനു വേണ്ടി വെള്ളിയാഴ്ച രാവിലെയാണ് സനീഷിന് അനസ്തേഷ്യ നൽകിയത്. തുടർന്ന് അലർജി മൂലം ബ്ലഡ് പ്രഷർ കുറഞ്ഞതായി പറയുന്നു. ഉടനെ വെന്റിലേറ്റർ സൗകര്യമുള്ള സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ച് ഹൃദയാഘാതം സംഭവിക്കുകയും രോഗി മരിക്കുകയുമായിരുന്നു. ചാലക്കുടി ഗവൺമെന്റ് ITയിൽ 2020 അഡ്മിഷൻ ലഭിച്ച ട്രെയിനികൾ അഡ്മിഷൻ സമയത്ത് ഒടുക്കിയ കോഷൻ മണി ഡെപ്പോസിറ്റ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നിവ തിരികെ നൽകുന്നു. നാളിതുവരെയായി കോഷൻ മണി ഡെപ്പോസിറ്റ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നിവ തിരികെ ലഭിക്കാത്ത ട്രെയിനികൾ ബാങ്ക് അക്കൗണ്ട്, പാസ്ബുക്കിന്റെ പകർപ്പ് ജൂൺ 30-നുള്ളിൽ IT ഓഫീസിൽ ലഭ്യമാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 048027014991 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ചാലക്കുടി ഗവൺമെന്റ് വനിതാ ITയിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാൻ, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഇന്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ എന്നീ ട്രേഡുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. 100 രൂപയാണ് അപേക്ഷ ഫീസ്. അപേക്ഷ സമർപ്പിച്ച ശേഷം പ്രിന്റൌട്ട്, അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 24-നകം സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി തൊട്ടടുത്തുള്ള ITയിൽ ഹാജരാകണം. ജൂൺ 20 വരെ അപേക്ഷകൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 04270208058943053764 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. തൃശൂർ ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ മൊബൈൽ സർജറി യൂണിറ്റ് പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വെറ്റിനറി സർജനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. നിയമനം 90-ൽ കുറഞ്ഞ ദിവസത്തേക്കായിരിക്കും. MBSc-യാണ് യോഗ്യത. വെറ്റിനറി സയൻസ് ബിരുദാനന്തര ബിരുദധാരികളുടെ അഭാവത്തിൽ UGയായി നിയമിക്കപ്പെടുന്നതിന് BVSc ആൻഡ് AH വൈൽഡ് വെറ്റിനറി സർവീസ് ട്രെയിനിംഗ്, തത്തുല്യ സർജറി ട്രെയിനിംഗ് എന്നീ യോഗ്യതയുള്ളവരെയും പരിഗണിക്കും. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് അഭിലഷണീയ യോഗ്യതയായിരിക്കും. അപേക്ഷകർക്ക് വെറ്റിനറി കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. താൽപര്യമുള്ളവർ തൃശൂർ അയ്യന്തോൾ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ ജൂൺ 11-ന് 10:30-ന് ബന്ധപ്പെട്ട രേഖകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0487236126. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂതിരക്കണ്ണി മണ്ണമ്പുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ P. മാധവ്ജി ജന്മദിനാഘോഷവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു.
ചാലക്കുടി മർച്ചന്റ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് നടത്തി. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡ് ഭേദിച്ചു കുതിക്കുന്നു. ആധാർ കാർഡ് വിശദാംശങ്ങൾ ഓൺലൈനായി സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി വീണ്ടും നീട്ടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.